എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇതിലെ ഏറ്റവും അവസാനം നമുക്ക് ദ റൂൾസ് ടു ബി ഫോളോഡ് വൈൽ റൈറ്റിംഗ് യൂണിറ്റ്സ്, അതായത് യൂണിറ്റുകളുടെ സിമ്പിള് നമ്മൾ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട നിയമം, പ്രതീകങ്ങൾ എഴുതുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിയമം. പലപ്പോഴും ഇത് പലരും ശ്രദ്ധിക്കില്ല, തെറ്റായ രീതിയിൽ ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ ചിലപ്പോൾ എഴുതി കാണാം. അപ്പൊ ആ നിയമങ്ങൾ നമുക്കറിയണം. 10 നിയമങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമുക്ക് ആദ്യത്തെ 5 നിയമങ്ങൾ നോക്കാം. വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ 10 നിയമങ്ങളും ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യത്തെ 1, ദ സിമ്പിൾസ് ആർ നോർമലി റിട്ടൺ യൂസിങ് സ്മോൾ ലെറ്റേഴ്സ്. സാധാരണ പ്രതീകങ്ങൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചെറിയ അക്ഷരങ്ങളാണ് സാധാരണ ഉപയോഗിക്കുക. അപ്പൊ ഇത് സാധാരണ എന്ന് പറയാൻ കാരണം അല്ലാണ്ട് ഉണ്ട്, അത് നമ്മൾ അതിലേക്ക് വരും. അപ്പോ ആദ്യത്തെ എക്സാമ്പിൾ ആണ് മീറ്റർ. മീറ്റർ എം, സ്മോൾ ലെറ്റർ എം ആണ് ഉപയോഗിക്കുക, ക്യാപിറ്റൽ ലെറ്റർ എം ഉപയോഗിക്കാൻ പാടില്ല. സെക്കൻഡ് എന്നുള്ള യൂണിറ്റ് ആണ്, അതിന്റെ പ്രതീകമാണ് എസ്, സ്മോൾ ലെറ്റർ എസ്. അപ്പോ മലയാളം മീഡിയം പ്രതീകങ്ങൾ സാധാരണ ചെറിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നു. അടുത്ത നിയമത്തിലേക്ക് വരാം. ദ യൂണിറ്റ്സ് നെയിംഡ് ആഫ്റ്റർ പേഴ്സൺസ് ആർ റിട്ടൺ ആസ് ക്യാപിറ്റൽ ലെറ്റേഴ്സ്. ചില യൂണിറ്റുകള് ചില ശാസ്ത്രജ്ഞന്മാരുടെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ പേര് യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് അതിന്റെ പ്രതീകം ശ്രദ്ധിക്കണം, സിമ്പിൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അപ്പൊ വ്യക്തികളുടെ പേരിൽ നിന്നും ഉണ്ടായ യൂണിറ്റുകൾക്ക് വലിയ അക്ഷരങ്ങൾ ഉപയോഗിക്കുന്നു. അപ്പൊ വോൾട്ട, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ്, അത് വോൾട്ട എന്നുള്ള ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ്. അപ്പൊ വോൾട്ട് എന്നുള്ളതാണ് യൂണിറ്റ്. വോൾട്ട്, അതിനെ നമ്മൾ ഉപയോഗിക്കുക ക്യാപിറ്റൽ വി. അവിടെ നമ്മൾ ക്യാപിറ്റൽ വി സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ വി ഉപയോഗിക്കണം. എന്നാൽ ആ യൂണിറ്റിന്റെ പേര് വോൾട്ട് എന്ന് എഴുതുന്ന സമയത്ത് സ്മോൾ വി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പ്രഷറിന്റെ യൂണിറ്റ് ആണ് പാസ്കൽ. പാസ്കൽ എന്നുള്ള ശാസ്ത്രജ്ഞന്റെ സ്മരണയ്ക്കാണ് ഇട്ടേക്കണേ. അപ്പോ ആ പാസ്കൽ എന്നുള്ള യൂണിറ്റിന്റെ പേര് നെയിം എഴുതുന്ന സമയത്ത് പി സ്മോൾ ലെറ്റർ ആണ് ഉപയോഗിക്കുക. എന്നാൽ അതിന്റെ സിമ്പിൾ നമ്മൾ എഴുതുന്ന സമയത്ത് പി ക്യാപിറ്റൽ ലെറ്റർ. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. ആ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ആ യൂണിറ്റിന്റെ പേര് നമ്മൾ എഴുതുന്ന സമയത്ത് എൻ സ്മോൾ ലെറ്റർ. എന്നാൽ അതിന്റെ സിമ്പിൾ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ. ഇവിടെ സ്മോൾ എൻ എഴുതിയാൽ തെറ്റ്. അപ്പോ ഈ 3 എക്സാമ്പിളും അറിഞ്ഞിരിക്കണം. ബലത്തിന്റെ യൂണിറ്റ് ആണ്, മർദ്ദത്തിന്റെ യൂണിറ്റ് ആണ്, പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന്റെ യൂണിറ്റ് ആണ് വോൾട്ട്. പാസ്കല് മർദ്ദത്തിന്റെ, ന്യൂട്ടൺ ബലത്തിന്റെ. ഇനി while writing the names of units never use capital letters. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, യൂണിറ്റുകളുടെ പേരുകൾ എഴുതുമ്പോൾ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. ഉദാഹരണം കണ്ടാൽ മനസ്സിലാവും. ടെമ്പറേച്ചർ, ദ യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഈസ് കെൽവിൻ. ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് കെൽവിൻ ആണ് എന്ന് നമ്മൾ എഴുതുകയാണെങ്കിൽ അവിടെ കെ സ്മോൾ ലെറ്റർ ഉപയോഗിക്കണം. അല്ലാതെ കെൽവിൻ എന്നുള്ളത് ശാസ്ത്രജ്ഞന്റെ പേര് തന്നെയാണ്, കെ ക്യാപിറ്റൽ ലെറ്റർ അവിടെ ഉപയോഗിക്കാൻ പാടില്ല. ഇതിന്റെ പ്രതീകം എഴുതുന്ന സമയത്ത് കെ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യൂണിറ്റുകളുടെ പേരുകൾ എഴുതുമ്പോൾ വലിയ അക്ഷരം ഉപയോഗിക്കാൻ പാടില്ല. ഇനി നെവർ യൂസ്, അപ്പൊ പേരുകൾ എന്നുള്ളതും സിമ്പിൾ എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. നെയിം എന്നുള്ളതും സിമ്പിൾ എന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. KELVIN, കെൽവിൻ എന്ന് എഴുതുന്നതാണ് നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പിൾ, അവിടെ നമ്മൾ ക്യാപിറ്റൽ കെ. കൺഫ്യൂഷൻ വരരുത്. ഇനി നെവർ യൂസ് പ്ലൂറൽ ഫോം ഫോർ സിമ്പിൾസ്. ബഹുവചനം ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. എപ്പോഴാണ് നമുക്ക് 10 കിലോഗ്രാം എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ 10 kg എന്ന് എഴുതാൻ പാടുള്ളൂ. അല്ലാതെ പ്ലൂറൽ ആണ് എന്ന് വിചാരിച്ച് 10 kgs എന്ന് എഴുതാൻ പാടില്ല, അത് തെറ്റാണ്, റോങ്. ഇനി നെവർ യൂസ് ഫുൾ സ്റ്റോപ്പ് ഓർ കോമ ആഫ്റ്റർ എ സിമ്പിൾ എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് എ സെന്റൻസ്. വാചകത്തിന്റെ അവസാനമല്ലാതെ പ്രതീകത്തിനു ശേഷം കുത്ത്, അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ എന്നിവ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല. എക്സാമ്പിൾ, 75 സെന്റിമീറ്റർ is the length of a table. ഈ 75 സെന്റിമീറ്റർ കഴിഞ്ഞ് ഒരു ഫുൾ സ്റ്റോപ്പോ
കോമയോ ആവശ്യമില്ല, അത് എഴുതാൻ പാടില്ല. ഇനി മറ്റോടെ എഴുതാണെങ്കിൽ എന്താ, ദ ലെങ്ത് ഓഫ് എ ടേബിൾ ഈസ് 75 സെന്റിമീറ്റർ എന്ന് എഴുതുകയാണെങ്കിൽ ആ യൂണിറ്റ് വന്നത് വാചകത്തിന്റെ അവസാനമാണ്. അതിനാൽ 75 സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫുൾ സ്റ്റോപ്പ് ഉപയോഗിക്കാം. 75 സെന്റിമീറ്റർ ആണ് മേശയുടെ നീളം. അപ്പൊ ഇതാണ് 5 നിയമങ്ങൾ. ഇത് വായിച്ചു നോക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ഒരു 5 നിയമങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് ആറാമത്തെ സ്ലാഷ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ഡിവിഷൻ. സാധാരണ യൂണിറ്റുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഡിവിഷനും പ്രൊഡക്റ്റും ഒക്കെ ആവശ്യമായിട്ട് വരും. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാസ് ഡിവൈഡഡ് ബൈ വോളിയം. സ്വാഭാവികമായിട്ട് അതിന്റെ യൂണിറ്റ് ഡിറൈവ് ചെയ്യുമ്പോൾ എന്ത് വരും, യൂണിറ്റ് ഓഫ് മാസ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പൊ യൂണിറ്റ് ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം, ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഓഫ് വോളിയം എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ്. അപ്പൊ കിലോഗ്രാം ഡിവൈഡഡ് ബൈ മീറ്റർ ക്യൂബ് എന്നാണ് ശരിക്കും വരിക. പക്ഷെ ഇങ്ങനെയല്ല നമ്മൾ യൂണിറ്റ് എഴുതുക. യൂണിറ്റ് എഴുതുമ്പോൾ ഡിവിഷന് പകരം നമ്മളൊരു സ്ലാഷ് കിലോഗ്രാം വായിക്കുക കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോ ഹരണത്തെ സൂചിപ്പിക്കുന്നതിന് സ്ലാഷ് ഉപയോഗിക്കുന്നു. ഇനി അടുത്തേക്ക് വരാം. ടു റെപ്രസെന്റ് ദ പ്രൊഡക്റ്റ് യൂസ് എ ഡോട്ട് ഓർ സ്പേസ്. ഇതുമായി ചിലപ്പോൾ പ്രൊഡക്റ്റ് ആയിട്ടും അതായത് ഗുണനമായിട്ടും നമുക്ക് യൂണിറ്റുകൾ സൂചിപ്പിക്കേണ്ടി വരും. അപ്പോ വർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ, ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓർ ഡിസ്പ്ലേസ്മെന്റ് അതിന്റെ യൂണിറ്റ് മീറ്റർ. അപ്പോ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആവുമ്പോ എഫ് ഇൻറ്റു ഡി. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആവുമ്പോ അതിന്റെ യൂണിറ്റ് കാണുമ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന്റെ യൂണിറ്റ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ. അപ്പൊ ഈ ന്യൂട്ടൺ ഇൻറ്റു മീറ്റർ നമ്മൾ സൂചിപ്പിക്കുക എങ്ങനെയാ, ഒരു സ്പേസ് അല്ലെങ്കിൽ ഡോട്ട്, ന്യൂട്ടൺ ഡോട്ട് മീറ്റർ അല്ലെങ്കിൽ ന്യൂട്ടൺ സ്പേസ് മീറ്റർ. ഇതാണ് ശരിയായ രീതി. അല്ലാതെ NM ഇത് തെറ്റാണ്. Nഉം എമ്മും സ്പേസോ ഡോട്ടോ ഇല്ലാതെ അടുപ്പിച്ച് എഴുതുന്നത് തെറ്റാണ്. ഗുണനം സൂചിപ്പിക്കുന്നതിന് കുത്തോ സ്പേസോ ഉപയോഗിക്കുന്നു. ഇനി അടുത്തത്, ഡു നോട്ട് മിക്സ് ദ നെയിം ഓഫ് എ യൂണിറ്റ് വിത്ത് ദ സിമ്പിൾ. ഒരിക്കലും പ്രതീകവും യൂണിറ്റിന്റെ പേരും ഇടകലർത്തി ഉപയോഗിക്കരുത്. എന്താ എക്സാമ്പിൾ, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് നമ്മുടെ ഡെൻസിറ്റിയുടെ, ഇത് ശരിയാണ്, രണ്ടും പ്രതീകമാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ നമ്മൾ വേർഡ്സിൽ എഴുതി, അവിടെ അത് എല്ലാം നമ്മള് പേരുകളാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ഇടകലർത്തി എഴുതാന്ന് പറഞ്ഞാൽ എന്താ, kg സിമ്പിൾ ഉപയോഗിച്ചു, പെർ ഇവിടെ നമ്മൾ എന്തായി വേർഡ്സിൽ അല്ലെങ്കിൽ നെയിം ആയിട്ട് എഴുതി. ഇത് തെറ്റായ രീതിയാണ്. ഇത് ശരിയായ രീതിയാണ്, ഇതും ശരിയായ രീതിയാണ്. ഇടകലർത്തി ഉപയോഗിക്കാൻ പാടില്ല. ഇനി while writing units along with the value there must be a single space between them. മൂല്യം ചേർത്ത് എഴുതുന്ന സമയത്ത് 25 മീറ്റർ, 25 മീറ്റർ, 273 കെൽവിൻ, അത്തരത്തില് അളവും യൂണിറ്റും ചേർത്ത് എഴുതുന്ന സമയത്ത് എന്ത് വേണം, സ്പേസ് ഉപയോഗിക്കണം. എന്താണ്, മൂല്യവുമായി ചേർത്ത് എഴുതുമ്പോൾ സ്പേസ് ഉപയോഗിക്കണം. അപ്പോൾ ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആണ് കെൽവിൻ. 273 കെൽവിൻ എന്ന് എഴുതുമ്പോൾ 273 കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് കെൽവിൻ, ക്യാപിറ്റൽ കെ ആണ്. കെൽവിൻ എന്നുള്ള ശാസ്ത്രജ്ഞന്റെ പേരാണ് ക്യാപിറ്റൽ കെ. ഇതാണ് ശരിയായ രീതി. 273 എഴുതിയതിനു ശേഷം സ്പേസ് ഇല്ലാതെ കെ എഴുതുന്നത് തെറ്റായ രീതിയാണ്. ഇനി അവസാനത്തെ, നെവർ യൂസ് മോർ ദാൻ വൺ യൂണിറ്റ് ടു എക്സ്പ്രസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഒരു അളവിനെ സൂചിപ്പിക്കുന്നതിന് ഒന്നിൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കരുത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നീളം 10.25 മീറ്റർ. 10.25 മീറ്റർ എന്ന് പറഞ്ഞാൽ അർത്ഥം 10 മീറ്ററും 25 സെന്റിമീറ്ററും എന്നാണ്. ഇതിനെ 10.25 മീറ്റർ തന്നെയാണ് എഴുതേണ്ടത്, അല്ലാതെ 10 മീറ്റർ 25 സെന്റിമീറ്റർ എന്ന് എഴുതുന്ന രീതി തെറ്റാണ്. അപ്പൊ ഈ 10 നിയമങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്, പക്ഷെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉറപ്പാണ്. എല്ലാവരും ഇത് പഠിക്കുക. ടെക്സ്റ്റില് കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കണം. ടെക്സ്റ്റ് ഉള്ളവരെല്ലാവരും അതിന്റെ പുറകിലുള്ള ലെറ്റസ് എസ്എസിലെ ആക്ടിവിറ്റീസ് ചെയ്യുക. ഇതോടുകൂടി നമ്മുടെ ഈ പാഠം തീരുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലെറ്റസ് എസ്എസിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.